ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്? നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങാച്ചോറാണ്, ടേസ്റ്റ് വരുന്ന തേങ്ങാച്ചോറ്. അപ്പോൾ അതിനുള്ള നമ്മൾ റെഡി ആയിട്ട് എന്താണ് ഇതുണ്ടെങ്കിൽ 2 ലേശം നമുക്ക് ആളനുസരിച്ചുള്ള അരി എടുത്തിട്ടുണ്ട്. പിന്നെ ചീരുള്ളി ഉണ്ട്, ഉലുവ ഉണ്ട്, നാടൻ തേങ്ങ ചിരണ്ടിയതുണ്ട്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യും. നമ്മൾ ആദ്യം ലേശിച്ച് ഉപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇതിനേക്കാളും ലേശം കൂടുതൽ അരി, ഇതല്ല വേവ് കൂടി അരി ആയതുകൊണ്ട് ഞങ്ങൾ കുക്കറിൽ വെക്കുന്നത്. പിന്നെ ഒറ്റടിക്ക് ഉള്ള അരിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വീണ അരി ആകുമ്പോൾ നമ്മൾ ചെമ്പിൽ വെച്ചാൽ മതി. ഇത് ചെമ്പിൽ വെക്കുമ്പോൾ നഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ചീരുള്ളി ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ അതാ ഉലുവട്ട് തേങ്ങ ചിരണ്ടിയതാണ്, അതുകൊണ്ട് സുഖമാണ്. തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണ് ലാഭം. അല്ല, ഇത് ഇവിടുന്ന് ലേശം ഉപ്പ് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. തേങ്ങാച്ചോറ് എന്താ വെച്ചാൽ പെട്ടെന്ന് എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി തീരും. ഉണക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചിട്ടാണ് തേങ്ങാച്ചോറ് മസാല റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ റെഡി ആയിക്കണ്. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറും ചിക്കൻ കറി കേട്ടാ. തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണം, ഒട്ടി പിടിച്ചാതെ കുക്കർ തേങ്ങാച്ചോറ്. ഈ 2 പപ്പടം, അച്ചാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്ന അച്ചാറാണ് ചീറും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കണ്ട. കമൻറ്റ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. കമൻറ്റ് ഇങ്ങോട്ട് വരാൻ, ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയന്മാരാണ്. ലോക്കൽ വലിയ കണ്ടാലൊന്നുമില്ല, എന്നാലും നോക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വീഡിയോസിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകളൊക്കെ നിങ്ങൾ തന്നെയാണ് പരിഹരിച്ചിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.